ഹേ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ടേൽസ് ഓഫ് ലെവൻ. ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഷോർട്സ് ഇട്ട് വൈറലായ കപ്പ ചെണ്ടയും മുളക് ചമ്മന്തിയാണ്. ഞാൻ സെയിം വീഡിയോ തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത്, പക്ഷേ ഇത് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കപ്പ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് നല്ലപോലെ കഴുകിയെടുക്കണം. പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു, അതിൻ്റെ സൗണ്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മഴയുടെ ഉള്ളപ്പോഴത്തെ കഴിക്കാൻ നല്ല സുഖം. ചെറു മഴയുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിയുമ്പോൾ കഴിക്കാൻ നല്ല രസമായിരിക്കും. ഇനി കപ്പ ഇതുപോലെ നല്ലപോലെ ചെറുതായിട്ട് നുറുക്കിയെടുക്കണം. ഇനി കപ്പ വേകാൻ ആവശ്യമുള്ള വെള്ളവും ചേർത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കപ്പ നല്ലപോലെ വേവിച്ചെടുക്കുക. ഇനി നമുക്ക് മുളക് ചമ്മന്തി ഉണ്ടാക്കാം. ഇതിന് വേണ്ടി കുറച്ച് കാന്താരി മുളക് എരിവിന് ആവശ്യമുള്ള എടുത്താൽ മതി. കുറച്ച് ഉള്ളി, പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് നല്ലപോലെ അരച്ചെടുക്കുക. ഇത് ഞാൻ ഉണ്ടാക്കിയ സമയത്ത് കുറേ പേര് പറയുന്നത് പുളി ചേർക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. റീലിനകത്ത് കമൻ്റ് ആയിട്ട് ഞാൻ കണ്ടായിരുന്നു. ഞങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന ഈ രീതിക്കാണ്. പക്ഷെ ഇനി ഉണ്ടാക്കുമ്പോൾ ഞാൻ പുളി ഇട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്ത് തരാം. അരച്ച് കഴിഞ്ഞ് അതിലേക്കൊരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ കപ്പ ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മളിതെടുത്ത് ചമ്മന്തിയായിട്ട് സെർവ് ചെയ്ത് കഴിക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ? എല്ലാവർക്കും കപ്പയുള്ള സീസണിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ കേരളത്തിലുള്ളവരുടെ കോമൺ ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നമ്മൾ മിക്ക ആൾക്കാരും കഴിക്കാറുള്ളതാണ് ഈ കപ്പ ചെണ്ടയും മുളക് ചമ്മന്തി. ഞാൻ ഈ വീഡിയോ ഇട്ട് സമയത്തും കുറേ കമൻറ്റ് കണ്ടായിരുന്നു. ഈ വീഡിയോ കണ്ടപ്പം നാട്ടിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്ന് പുറത്തുള്ളവർ, പിന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കും വല്ല കൊതിയായി എന്നൊക്കെ പറഞ്ഞു കേട്ട് അതിൽ കണ്ടപ്പോൾ ഞാൻ സന്തോഷമായി. കാരണം ഞാനിപ്പോൾ വീഡിയോ ചെയ്തപ്പോൾ എല്ലാവർക്കും ഒരു ഓർമ്മ കിട്ടിയല്ലോ എന്നോർത്തപ്പം. അപ്പം ഇനി ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് എന്ന് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ടേസ്റ്റാണ് ഇതിൻ്റെ ടേസ്റ്റ്. അടിപൊളിയായിരുന്നു. ഇപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.